നമസ്കാരം. ഞാൻ നുസ്രത്ത് ജഹാൻ. അപ്പോൾ നോമ്പും പെരുന്നാളെല്ലാം കഴിഞ്ഞ് കുറേ കാലത്തിന് ശേഷം വരുവാണ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഡൽഹിയിൽ നിന്നായിരുന്നു പെരുന്നാൾ. ഈദ് മുബാറക്. അപ്പോൾ ഒരു കാര്യം പറയാൻ വിചാരിച്ചു. കാരണം കുറേ വിഷയങ്ങളുണ്ട്. അപ്പോൾ ഓരോ ദിവസമായിട്ട് വരാം. കേരള സ്റ്റോറി എന്ന പിക്ചറിനെ പറ്റി ആയിക്കോട്ടെ ആദ്യത്തെ നമ്മളെ സംസാരം. കേരള സ്റ്റോറിയിൽ എന്ന പിക്ചർ ദൂരദർശനിൽ പ്രദർശിപ്പിച്ചപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ കണ്ടു അത് പ്രദർശിപ്പിക്കാം. ദൂരദർശൻ നമ്മളെ കുട്ടിക്കാലം തൊട്ടേ ടി വി എന്നുള്ള ഒരു സങ്കല്പം നമ്മളെ മുമ്പിൽ വന്ന കാലം തൊട്ടേ ദൂരദർശനായിരുന്നില്ലേ നമ്മുടെയൊക്കെ ഒരു സ്വപ്നം. അതിൽ വന്ന ഒരു മൂവി എത്ര പേര് ദൂരദർശൻ കാണുന്നുണ്ട് എന്ന് തന്നെ അറിയില്ല. അപ്പോൾ എല്ലാവർക്കും ഈ ആവിഷ്കാര സ്വാതന്ത്ര്യമൊക്കെ എല്ലാവർക്കും ബാധകമാണ്. അപ്പോൾ ഒരു കൂട്ടർ ചെയ്യുമ്പോൾ മാത്രം ഇതിന് വേണ്ടിയിട്ട് എല്ലാവരും കൂടി എല്ലാം ഒരു നരേന്ദ്രമോദിക്ക് എല്ലാം ഒരു BJPനെ താഴെ ഇറക്കാനുള്ള ഒരു സിദ്ധാന്തത്തിൽ പോകുന്നതുകൊണ്ടാണ് ഇവിടെ പ്രശ്നം ഒരു കേരള സ്റ്റോറിക്ക്. അപ്പോൾ ഈ ലവ് ജിഹാദ് ഇല്ലയാണെന്നും ആരെയും യമനിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നില്ലയാണെന്നും പറയുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, അതിൻ്റെ ഉദാഹരണം കാണിച്ചാൽ ആരെങ്കിലും ഇതുപോലെ കേസുകളിൽ പെട്ട ഒരാളെ പേര് പറഞ്ഞാൽ ലക്ഷങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ടു, ഇതിലൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ടു. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ചിരിയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ തിഹാർ ജയിലിൽ തന്നെ കണ്ണൂരിൽ നിന്നുള്ള 2 പെൺകുട്ടികൾ ഗൂഗിൾ ചെയ്ത് നോക്കൂ. കണ്ണൂർ സ്വദേശികളായ പെൺകുട്ടികൾ എന്തിനാണ് തിഹാർ ജയിലിൽ കിടന്നത്? മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവിൻ്റെ ഒരു ബന്ധത്തിൽപ്പെട്ട കുട്ടിയാണെന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ വിവാദമുണ്ടായി. അപ്പോൾ ഇവർ കോളേജിൽ നിന്ന് മറ്റ് പെൺകുട്ടികളെ റിക്രൂട്ട് ചെയ്ത് കൊടുക്കുന്ന ഏജൻസി ആയിട്ട് പ്രവർത്തിച്ച ഈ പെൺകുട്ടികൾ. അപ്പോൾ പല വിധത്തിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഇത് ഒരു മുസ്ലിം കുടുംബത്തിൽ നിന്ന് പോലും ഇങ്ങനത്തെ ആൾക്കാർ ബേജാറാവുന്ന കഥ. കേരളത്തിലെ ഒരു പ്രധാന ജയിലിൽ ഒരു പയ്യൻ കിടക്കുന്നുണ്ട്, ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ പഠിക്കാൻ പോയിട്ട് വലിയ കുടുംബത്തിൽ വലിയ പ്രതീക്ഷകളോടെ ഉമ്മയും വാപ്പിയും ആ കുട്ടീനെ പഠിക്കാൻ വെച്ചു. കുട്ടി പഠിച്ച് അവസാനം എത്തി മെല്ലെ ആടിനെ മേച്ച് പിന്നെ അവിടുന്ന് ഹൂറികളടുത്തേക്ക് സ്വർഗത്തിലേക്ക് പോയ ഒരാളെ ഭാര്യനെ കെട്ടുക, 2 കുട്ടികളുള്ള ആളെ വിധവനെ അപ്പം തന്നെ കെട്ടിച്ചു കൊടുക്കും. ഒരാൾ മരിച്ച അടുത്ത ആളെ തലയിൽ വെക്കുക. ഇതൊക്കെയാണ് അവിടുത്തെ സ്റ്റൈൽ. ഇതൊക്കെ നടക്കുന്ന നമ്മളെ കൺമുമ്പിൽ കാണുന്ന ആൾക്കാർ. അത് കഴിഞ്ഞ് അവൻ ഇന്ത്യയിലെത്തിക്കഴിഞ്ഞപ്പോൾ NIA അവനെ പിടികൂടി. കാരണം ഇവൻ്റെ കെയർ ഓഫിൽ എത്രയോ പേരെ റിക്രൂട്ട് ചെയ്തു, പലർക്കും ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തതുകൊണ്ട് NIA പിടിച്ചകത്തുണ്ട്. ഈ പയ്യനെ കാണാൻ ഈ പയ്യൻ്റെ ബാപ്പയും ഒരു ബന്ധുവും അവിടെ ചെന്നപ്പോൾ കാവലിൽ നിന്ന പോലീസുകാരെ കൂടെ സംസാരിക്കാൻ പറ്റുള്ളൂ. ഇതുപോലെ NIA പിടിച്ചകത്താണ് പ്രതികൾ. അപ്പോൾ ഈ പോലീസുകാരൻ്റെ മേലെ കാർക്കിച്ച് തുപ്പി കാഫിറ എന്ന് വിളിച്ചിട്ട്, അങ്ങനെ പോലീസുകാരനെ പോലും കാഫിറായിട്ട് കാണുന്ന ഒരിത്. ആ ചെക്കൻ്റെ ബാപ്പ ആ പോലീസുകാരോട് മാപ്പ് പറഞ്ഞ് കരഞ്ഞ് ആ ജയിലിൽ ഇറങ്ങിപ്പോന്നു. മകനെ കണ്ടിട്ടില്ല. ആ മകൻ ചെയ്ത ദുഷ്ടപ്രവൃത്തിയാണ്. ഇതൊക്കെ ഒരു മുസ്ലിം കുടുംബത്തിലെ ആൾക്കാർ വരെ അനുഭവിക്കുന്നുണ്ട്. ഈ ജിഹാദ്, ഈ മതം മാറ്റൽ, ടെററിസം എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഏറ്റവും അധികം കേരളത്തിൽ നിന്നാണ് റിക്രൂട്ട് ചെയ്ത് പോയി എന്നുള്ളത് നമ്മളെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യമാണ് ഇന്ത്യയിൽ. കാരണം ഒരുപാട് വലിയ വലിയ ഓഫീസേഴ്സിന് NIA, IB ഒക്കെ പോലത്തെ ഓഫീസേഴ്സിനെ അറിയുന്ന ആളായിരുന്നു. എനിക്ക് ഒരുപാട് കഥകൾ കിട്ടും. ഇതൊക്കെ നാച്ചുറലി കേരളത്തിൽ ജയിലിലുള്ളതാണ്. പോയി അന്വേഷിച്ചാൽ കാണാം, ഗൂഗിൾ ചെയ്താൽ കിട്ടും. അപ്പോൾ ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് അടി കൂടുന്നതിൽ അർത്ഥമില്ല. ഇല്ലെങ്കിൽ വേണ്ട, ഒരു സിനിമയല്ലേ, നടക്കട്ടെ എന്ന് വിചാരിക്കണം അല്ലേ. അപ്പോൾ മുസ്ലിം കുടുംബത്തിലും ഇത്രയും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന രക്ഷിതാക്കൾ ഉണ്ടാവുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. ക്രിസ്ത്യനും ഹിന്ദു കുടുംബത്തിലെ കുട്ടികളും ഓരോ കുട്ടികളെ ഇതിൽ കൊണ്ടുപോകുന്നു, ഇതിൽ പെട്ടുപോയിട്ടുള്ളവരും അവരെ കുടുംബങ്ങളും ഇതിനെപ്പറ്റി പറയും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ടെററിസത്തിൻ്റെ അവസാനം തന്നെ കണ്ടേ പറ്റുള്ളൂ. നോ കോംപ്രമൈസ് ഫോർ ടെററിസം. ഭാരതം എന്ന രാഷ്ട്രം അതിന് വേണ്ടിയിട്ട് ഒരിക്കലും കൂട്ടുനിൽക്കില്ല. അതുകൊണ്ട് നരേന്ദ്രമോദിക്കൊപ്പം നിന്ന് ഈ ഭാരതത്തിന് എല്ലാ ടെററിസത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി അഖണ്ഡ ഭാരതമെന്ന ഒരു സ്വപ്നത്തിലേക്ക് നമ്മൾ നടന്ന് അടുക്കുകയാണ്.